Pinky bought 20 books at the rate of 10 each, 45 pens at the rate of 5 each, 15 pencils at the rate of 3 each. Calculate the average price of all the stationery items. The price is different. Sum of the observation, number of observation, there are 3 items. 3 items different price. 3 items. ഇതിന് പേര് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റഡ് അരിത്തമെറ്റിക് മീൻ എന്നൊക്കെ പറയും. നമുക്കിത് ചെയ്യാന്നുള്ളതാണ് ആവശ്യം. 20 ബുക്സ് 10 റുപ്പീസിൽ കൊടുത്തു കഴിഞ്ഞാൽ we have spent 200 rupees on books. 45 into 5 225 rupees. പെന്നിനും 15 pencils at the rate of 3 പറഞ്ഞ 15 into 3 45. അതാണ് നമ്മളുടെ കയ്യിൽ നിന്ന് ചെലവായ ടോട്ടൽ കോസ്റ്റ്. അത് തന്നെയാണ് കാണുക. Total cost incurred divided by number of articles. ഇവിടെ ഈ 20 ബുക്സിന് 10 rupees വെച്ചിട്ട് 20 into 10 200. 45 പെൻസിന് 5 rupees each, 45 into 5. 15 pencils at the rate of 3 each, 15 into 3 45. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. So that will be the total cost of the articles. Sum of the observations ഇവിടെ cost ആയി മാറും. Total cost of the articles divided by number of articles. Number of articles എത്രയാണ്? We have 20 books, 45 pens and 15 pens. So all added up to 80 items in all. അതിന്റെ average price of the stationery item കിട്ടും. ഒരു 3 decimals കിട്ടുന്നുണ്ട്. അപ്പോൾ നോർമലി 5.9 വരും. ഇതില് ഓരോന്നിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് ഇതല്ല കേട്ടോ. നമുക്ക് ഇതിന്റെ ഒരു വെയിറ്റഡ് അരിത്തമെറ്റിക്. ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചപ്പോ ഓൺ ആൻ ആവറേജ് ഈ ഇത്രയും ആർട്ടിക്കിൾസിന് എനിക്ക് ഇത്രയും പൈസ ചെലവായി. ഇനി ലാസ്റ്റ് ദിവസം എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഐ ഹോപ്പ് സോ. ആരെങ്കിലും ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. എന്നാൽ നമുക്ക് ക്ലാസ് കുറച്ചും കൂടി ഒരു ഇതാവും. എനിക്കും ഒരു ഇതുണ്ടാവും നിങ്ങൾ ചോദിക്കുന്നുള്ളത്. നിങ്ങൾ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഒന്നുകിൽ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടാൻ മനസ്സിലായിട്ടില്ല എന്ന്, അല്ലെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ unmute and talk to me. Okay, fine, good, thank you. ഇത് എന്താ ഇതുകൊണ്ട് പറയണെന്ന് വെച്ചാലേ, നമുക്ക് ഓരോ എക്സാമിനനുസരിച്ച് ഈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് കൂടുതലായിരിക്കും. ആവറേജ് ഒക്കെ PSC ലെവൽ tier 1 tier 2 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കൂടുതലാണ്. കണ്ടുപോകാനും 5 ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പൊ നമ്മൾ എല്ലാ ഏരിയയും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. പ്ലീസ് പ്രാക്ടീസ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി ആവറേജിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങള് ആവറേജിന് ഒരു ഒബ്സർവേഷൻ ഇവിടെ 5 നമ്പേഴ്സിന്റെ ആവറേജ് ആണ് തന്നിരിക്കണേ. Every number is multiplied by 2. Find the new average എന്ന് ചോദിച്ചാൽ നമുക്ക് ഒബ്സർവേഷൻ ഒന്നും അറിയണ്ട. ഓരോ ഒബ്സർവേഷൻ വരുന്ന ചേഞ്ചും ഈച്ച് ആൻഡ് എവറി ഒബ്സർവേഷൻ ആ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ ആ ആവറേജിലും ആ ചേഞ്ച് വരുത്തിയാൽ മതി. ഈച്ച് ഒബ്സർവേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആവറേജ് ആയി. വി ഡു നോട്ട് നീഡ് ദ ഒബ്സർവേഷൻ ഓർ വാല്യൂ. അത് കഴിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മൾട്ടിപ്ലിക്കേഷനിൽ മാത്രമല്ല അഡീഷനിൽ വരും. If each observation is increased by 1, average also increased by 1. Each observation is decreased by 1 or 2, whatever number, average also, average change കൊടുത്താൽ മതി. ഇത് എവിടെയാ വരികയെന്ന് ചോദിച്ചാൽ ഏജിന്റെ കാര്യത്തിൽ നമുക്ക് ഇത് കുറേ കൂടെ അപ്ലൈ ചെയ്ത് കാണാറുണ്ട്. പ്രസന്റ് ഏജ് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിന്റെ പ്രസന്റ് ഏജ് പറഞ്ഞപ്പോ ദ ഗ്രൂപ്പ് 25 ആണ്. ആഫ്റ്റർ 5 years ഈ എല്ലാ ആൾക്കാരുകളും ഇതേയും കൂടി ഏജ് ചോദിച്ചാൽ ഹോപ്പ് വി ഓൾ ആർ അലൈവ് അങ്ങനെയാണുള്ള കണ്ടീഷനിലാണ് നമ്മൾ എടുക്കുക. എല്ലാവരും 5 വർഷത്തിന് ശേഷം 5 ആഡ് ചെയ്താൽ മതി. 25 + 5. 5 yearsന് ബാക്കിൽ ഓരോരുത്തർക്കും ഓരോ വയസ്സ് കുറവായിരിക്കും. 5 years ബാക്കിൽ 5 years കുറവായിരിക്കും. സോ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഏജിന്റെ പ്രോബ്ലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാൻ കിട്ടണം. പെർസെൻറ്റേജ് വന്നിട്ട് 5 years ago അവരുടെ ആവറേജ് എന്തായാലും ചോദിച്ചാൽ 5 മൈനസ് ചെയ്യുക. 5 years ഹെൻസ് അവരുടെ ആവറേജ് എന്താവും ചോദിച്ചാൽ 5 ആഡ് ചെയ്യുക. അതല്ലാതെ ഓപ്പൺ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല.
averaged each observation change. If it is the same similar change occurred to each and every observation, apply the same change to average. Clear ആയോ? ആക്ച്വലി ഒരു കൺസെപ്റ്റ് ആണ്, ഒരു ചോദ്യമായിട്ട് ഇട്ടുവെന്ന് മാത്രം. ഓക്കെ, ക്യാൻ വി ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യമാണ്. ഞാൻ അതിന്റെ ആവശ്യമുള്ള ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യണത് ആ കറക്റ്റ് ആവറേജ് ആണ്. കറക്ഷൻ ഇൻ ആവറേജ് ഒരു ഒറ്റ ലൈനെ നമ്മൾ ചെയ്യാവൂ. താഴെ ഞാൻ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. 100 ഒബ്സർവേഷൻസിന്റെ ആവറേജ് 48 കാൽക്കുലേറ്റ് ചെയ്തു. ബട്ട് ലേറ്റ് നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, അതിന്റെ ഇടയിലാണ് ഡിസ്കണക്ട് ആയിട്ട് പോയേ. ബട്ട് ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് വൈൽ കാൽക്കുലേറ്റിംഗ് ദിസ് ആവറേജ് 83 was taken in place of 53. കൂടുതലാണ് എടുത്തിരിക്കുന്നത്. ഈ 53ക്ക് പകരം 83 എടുത്തു ബൈ മിസ്റ്റേക്ക്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആവറേജ്. കറക്റ്റ് ആവറേജ് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു താഴെ കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ ഒബ്സർവേഷനെ മൾട്ടിപ്ലൈ ചെയ്തു, 100നെ 48 ചെയ്ത് 4000 കിട്ടി. അതിന് 83 മൈനസ് ചെയ്ത് കളഞ്ഞ് 53 ആഡ് ചെയ്തു. അപ്പൊ കിട്ടിയ വാല്യൂ 3970. ദെൻ അഗെയിൻ ഡിവൈഡഡ് ബൈ 100 ചെയ്തിട്ട് ന്യൂ ആവറേജ് കൊണ്ടുവരും. പക്ഷെ ഈ ചേഞ്ച് നമുക്ക് ഡയറക്റ്റ് ആവറേജിലേക്ക് ചെയ്യാം. കാരണം എന്താ വെച്ചാല് എല്ലാ ഒബ്സർവേഷനും ഈ ചേഞ്ച് ബാധിക്കും. 83ക്ക് പകരം 53 എടുത്താൽ വി ഹാഡ് ടേക്കൺ 30 എക്സസ്. ആ 30 എക്സസ് കുറച്ച് കളയണം. പക്ഷെ 30 എക്സസ് കുറയ്ക്കുന്നത് 100 ഒബ്സർവേഷന് വേണ്ടി. ഫുൾ 100 ഒബ്സർവേഷനിൽ നിന്നാണ് ആ 30 വരിക. 40 മൈനസ് 30 by 100. 0.3 വരും. 40 മൈനസ് 0.3 വിൽ ബി 39.7. ഇതിപ്പോ അഡീഷൻ ഉണ്ടെന്ന് ചോദിച്ചോളൂ. ഓരോ ഒബ്സർവേഷൻ അല്ല, ഒന്നിൽ കൂടുതൽ. ഓരോ ഒബ്സർവേഷൻ കൂടുതലായിരുന്നു, ഓരോ ഒബ്സർവേഷൻ കുറവായിരുന്നു. അപ്പൊ എത്രയാണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത്? ഇപ്പൊ 83ക്ക് പകരം 53 എടുത്തു, അപ്പൊ നമുക്ക് 30 കുറയ്ക്കണം. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് 25ന് പകരം 50ക്ക് പകരം 20 എടുത്താൽ നമുക്ക് 30 കൂട്ടണം. 30 ആവണമെന്ന് നിർബന്ധമില്ല, ഇറ്റ് ക്യാൻ ബി എനി നമ്പർ. അപ്പൊ ആ ചേഞ്ച് വരുത്താനുള്ളത് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ? കൂടുതലാണ് നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ ഒബ്സർവേഷൻ സബ്ട്രാക്ട് ചെയ്ത് കളയണം. നമ്മൾ കുറവാണ് എടുത്തതെന്ന് വെച്ചാൽ ടോട്ടൽ ഒബ്സർവേഷന്റെ കൂടെ കൂട്ടണം. അപ്പൊ ഫൈനലി എത്ര ചേഞ്ച് ആണ് വരുത്തേണ്ടത് നോക്കുക. അത് ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇൻക്രീസ് ചെയ്യാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ആവറേജ് ഇൻക്രീസ് ചെയ്യുക. ഡിക്രീസ് ചെയ്യാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ആവറേജ് ഡിക്രീസ് ചെയ്യുക. ഇതാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യണേ. ഇറ്റ് ഷുഡ് ബി ഓൺ 1 ലൈൻ ആൻസർ ആയിരിക്കും. ഇവിടെയൊക്കെ ഈ ഒരു ലൈൻ മാത്രമേ പാടുള്ളൂ. മറ്റേത് ഞാൻ എക്സ്പ്ലെയിൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ചെയ്തിട്ടിരിക്കുന്നതാണ്. എർലിയർ ഞാൻ പറഞ്ഞു കുറച്ച് കാൽക്കുലേഷനേ ഉള്ളൂ, വെറുതെ ജമ്പ് ചെയ്ത് ബുദ്ധിമുട്ട് വരുത്തണ്ട. പക്ഷെ ഇത് ഇറ്റ് ഹാസ് ടു ബി ഡൺ ലൈക്ക് ദിസ്. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പറയും, അതാണ് അതിന്റെ വേ. നമുക്ക് സമയം അത്രേ ഉണ്ടാവുള്ളൂ. ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എർലിയർ ക്വസ്റ്റ്യൻസും ആ ടീച്ചറുടെ ഏജിന്റെ വ്യത്യാസം വരുന്നതൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറച്ച് സിമിലർ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, ഈസ് ദിസ് ക്വസ്റ്റ്യൻ ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗം നമ്മൾ കണ്ടതെല്ലാം തന്നെ ആവറേജിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആവറേജിന് മാത്രം ബാധിക്കുന്ന ഓൺലി തിങ്സ് വാട്ട്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നു, ആവറേജിന്റെ തന്നു. ഇവിടെ നമ്മുടെ ആവറേജിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ആവറേജിൽ മറ്റുള്ള നമ്പേഴ്സിന്റെ കാര്യം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാം. സോ പാർട്ട് 2 ആണ് പ്ലീസ്. എങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ള കാര്യം കൂടി, ഇപ്പൊ ആവറേജ് മാത്രം ആവണമെന്നില്ല, ആവറേജിന്റെ കൂടെ തന്നെ അവർക്ക് നമ്മളോട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഒക്കെ ചോദിക്കാം. അത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കണം. അതിനാണ് ആദ്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഫോർമുലയ്ക്ക് ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അതിനാണ് ആ ഫോർമുല ഇട്ടിരിക്കുന്നത് നിങ്ങളോട്. സം ഓഫ് ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. ഈ ഫോർമുല പഠിച്ചില്ലെങ്കിൽ പഠിച്ചോ. ഇതൊക്കെ പഠിക്കാനുള്ള ഫോർമുലകളാണ്. n/n+1/2. ഫസ്റ്റ് n കണ്ടിന്യൂസ് നാച്ചുറൽ നമ്പർ. 1 എന്ന് തുടങ്ങിയിട്ട് അങ്ങനെ പോണതായിരിക്കണം ഫസ്റ്റ് n എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇടയിൽ വെച്ചിട്ട് കാണാൻ പറഞ്ഞാൽ നമുക്ക് വേറെ രീതി എടുക്കേണ്ടി വരും. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ചോദിച്ചു കഴിഞ്ഞാൽ n/n+1/2. അപ്പൊ അതിന്റെ ആവറേജ് ചോദിച്ചാലോ? ഹലോ, ആവറേജ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സം ഓഫ് ദ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ n ആണ്. അപ്പൊ n/n+1/2 ഡിവൈഡഡ് ബൈ n വരുമ്പോ ഇറ്റ് റെഡ്യൂസസ് ടു n+1/2. അപ്പൊ ഈ ഫോർമുല
പറഞ്ഞാൽ എന്താണ് സുഖം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 40 നാച്ചുറൽ നമ്പേഴ്സ്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യും? ആവറേജ് ഓഫ് ഫസ്റ്റ് 40 നാച്ചുറൽ നമ്പേഴ്സ്. എന്താ മോളെ? 40 into 39/2 ആണോ വരിക? 40 into 41/2 ആണോ വരിക ടോട്ടൽ? 41/2. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് n പോണ്ടേ? ആവറേജ് അല്ലേ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് ആൻസർ പെട്ടെന്ന് ഇങ്ങനെ ഒരു റാപ്പിഡ് ഫയർ പോലെ പറയാൻ പറ്റണം. അത് ദാറ്റ് വിൽ ബി 41/2. അതിനാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു മറന്ന ഫോർമുല എടുക്കുന്നത് സം ഓഫ് ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് കാണാൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ചും ചെയ്യാം അല്ലേ? ചെയ്തൂടെ? a+2a+n-1/2 n/2 ഇട്ടിട്ട് ചെയ്തൂടെ? പക്ഷെ ഇവിടെ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുക. ഇതിങ്ങനെ ഒരു ഫോർമുല ഉണ്ട്, n×n+1/2 എന്നുള്ളൊരു ഫോർമുല ഉണ്ട്. സം ഓഫ് ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് n×n+1/2 ആണ്. അവിടെ ആവറേജ് കാണുമ്പോൾ ഡിവൈഡഡ് ബൈ n വരും. സോ ദാറ്റ് n ഗെറ്റ് ക്യാൻസൽ and the answer will become n+1/2. Straight നമ്മളോട് ചോദിക്കുക, what is the average up to 1 to 40? First 40 ആയിരിക്കണം. First 40 to first ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് 1ലാണ്. 1 തൊട്ട് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ 1ലാണ്. ഹോപ്പ് യു നോ അബൌട്ട് നമ്പേഴ്സ്. നമ്പേഴ്സ് അറിയില്ല നിങ്ങൾക്ക് എന്താണ്? ഒരു ദിവസം നമുക്ക് എടുക്കാം, ഇതിന്റെ കഴിഞ്ഞിട്ട് എടുക്കാം. നമ്പേഴ്സിന്റെ കുറച്ച് ചെയ്യേണ്ട നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അവിടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ് 1 തൊട്ട് 2, 3, 4 അങ്ങനെ ഇൻഫിനിറ്റ്ലി പോകുന്ന നമ്പേഴ്സ്. വാട്ട് വിൽ ബി ദ ആവറേജ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 51 ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? അടുത്ത ക്വസ്റ്റ്യൻ. It will be 51 plus 1/2, 52/2, 26. കിട്ടിയോ? ഷുവർ? അതല്ലാതെ 51 into 52/2 സമമായി. ആവറേജ് കണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 51 ചെയ്യണം. അപ്പൊ 51 into 52/51 into 2 ഒക്കെ ചെയ്യണേലും സ്ട്രെയിറ്റ് അവേ നമുക്ക് ചെയ്യാൻ കിട്ടണം. സോ ആവറേജ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിൽ ബി ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് n+1/2. Clear? Is that clear? Can I go further? Yes, ma'am. ഈ ഫോർമുല മറന്നുപോയതൊന്ന് പഠിക്കണേ കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, വാട്ട് വിൽ ബി ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 9 multiples of 5? 9 multiples of 5 എന്ന് പറഞ്ഞാൽ 5, 10, 15, 45 കിട്ടും. അതിന് 5 ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. 9 വരെയായി. 9 വരെയുള്ളതിന്റെ ആവറേജ് നമുക്ക് കാണാം. ഇറ്റ് വിൽ ബി 10/2, 5. 5 into 5, 25. ഈ ചോദ്യം നമ്മൾ നേരത്തെ കണ്ടില്ലേ? If each observation is multiplied by 2, average also should be multiplied by 2. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് വരിക. 9 multiples of 5 ചോദിച്ചു കഴിഞ്ഞാൽ each of the 9 first 9 numbers 9 multiples of 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 1s ആണ്, 9 2s ആണ്. നാച്ചുറൽ നമ്പർ ആണ്, അത് പറയേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിൾസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നാച്ചുറൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ ഫസ്റ്റ് 9 നമ്പേഴ്സിന്റെ ഓരോ നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. 9 നമ്പേഴ്സിന്റെ ആവറേജ് നമുക്ക് അറിയാം, ഷുഡ് ബി 10/2, 5. സോ ഈച്ച് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 5, ആവറേജ് ഓൾസോ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 5. സോ ആൻസർ ഷുഡ് ബി വെരി ഫാസ്റ്റ്. നമുക്ക് ക്വസ്റ്റ്യൻസ് അധികം വരും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ അത് കുറച്ചും കൂടി ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഹാസ് സം, നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ കണ്ടിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്പേഴ്സ് 9 മൾട്ടിപ്പിൾസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 9 into 10/2 ആണ്. വീണ്ടും ആവറേജ് ചെയ്യുമ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 10/2 5 ആവും. ഈച്ച് നമ്പർ മൾട്ടിപ്ലൈ. അതല്ലെങ്കിൽ നിങ്ങൾ 5 + 10 + 15 ഇട്ട് ചെയ്യുമ്പോൾ ചെയ്യാം, ഇതിന്റെ സം കാണാം, മാത്തമാറ്റിക് പ്രോഗ്രഷനിൽ കാണാം, ആൻസർ കിട്ടും. പക്ഷേ വി വിൽ സാക്രിഫൈസ് അവർ ടൈം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഹാൻഡ് ഇൻ ഹാൻഡിൽ പോകണം. ടൈം ആസ് വെൽ as ആക്യുറസി രണ്ടും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആക്യുറസി കളഞ്ഞിട്ട് ചിലരുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, ഓൺ ആൻ ആവറേജ് ഫൈൻ.
ഒരുപാട് നമ്മൾ അവരെ ഡിസപ്പോയിന്റ് ചെയ്യാറില്ല, പോട്ടെ. പക്ഷെ ആക്യുറസി പോവാൻ പാടില്ല. കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കുറച്ചെണ്ണം എടുത്ത് നോക്കിക്കോളൂ. ഒരു 4-5 ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുല്ലോ, അതിന്റെ സിമിലർ ക്വസ്റ്റ്യൻ കുറച്ച് കണ്ടുപിടിക്കുക, അതൊന്ന് ചെയ്യാം. ക്ലിയർ? Yes, ma'am. Sum of the squares of the first n natural numbers. ഇത് നമ്മൾ സം ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 ആണ് കണ്ടത്. ഇനി അതിന്റെ തന്നെ സ്ക്വയർ കാണുമ്പോൾ ഫോർമുല ഉണ്ട്. അത് ഞാൻ അതിന്റെ കൂടെ പറഞ്ഞു എന്നുള്ളൂ, നിങ്ങൾ അത് മറന്നു പോകണ്ട. ഇനിയും വരും, നമ്പേഴ്സ് വരുമ്പോൾ ഇത് പറയും. അതിന്റെ കൂടെ ഒന്നും ഇട്ടുന്നേ ഉള്ളൂ. n into n plus 1 into 2n plus 1 by 6. 2n plus 1 ആണ്, ഞാൻ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ മറന്നു വയ്ക്കുക. 2n plus 1 by 6 ഡിവൈഡഡ് ബൈ n വരുമ്പോൾ n plus 1 into 2n plus 1 by 6 ആവും. ബ്രാക്കറ്റ് അവിടെ ഉണ്ട്, അതിൽ ക്ലോസ് ചെയ്യാനിട്ട് കാരണം 1ഉം ബ്രാക്കറ്റും കൂടി വേറെ ആയിട്ട് എടുക്കരുത്. സോ പ്ലീസ്, എന്റെ ബോർഡ് നിങ്ങൾക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. n into n plus 1 into 2n plus 1 by 6. നോട്ടില് ബ്രാക്കറ്റ് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. ഇൻറ്റു n ആവറേജ് വരുമ്പോൾ ഈ രണ്ടെണ്ണം മനസ്സിലായി. n plus 1 into 2n plus 1 by 6. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് താഴെ ഇട്ടിരിക്കുന്നത്. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഈ ഫോർമുല പഠിച്ചു വെച്ചോ, ആവശ്യമൊക്കെ വരും നമുക്ക്. കാൽക്കുലേറ്റ് ദ ആവറേജ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 25. നെക്സ്റ്റ് പേജ് പ്ലീസ്. ഗൂഗിൾ നെക്സ്റ്റ് പേജിലാണ് അത് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 25 ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്നിന്റെ വാല്യൂ എടുക്കുന്നുണ്ടു. n പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്. ആ 25 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. ഈ ഫോർമുല അറിഞ്ഞാൽ നമുക്ക് വേഗം കാണാം. അല്ലാതെ ഈ ക്വസ്റ്റിന്റെ ആൻസർ അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കിട്ടാനായിട്ടും എളുപ്പമല്ല. ഇതുവരെ 1 to 25 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കാണലും ആഡ് ചെയ്യലും പിന്നെ വീണ്ടും അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഇഫ് യു നോ ദ എക്സാം ദിസ് ഫോർമുല നമുക്കത് ചെയ്യാം. ചില ക്വസ്റ്റിന് ഫിൽറ്ററിങ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫിൽറ്റർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അതൊരു ഈ ഫോർമുല അറിയെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സമയവും കളയും, അല്ലെങ്കിൽ വിട്ടുകളയും. ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ നിങ്ങൾക്ക് എന്നേലും നന്നായിട്ട് അറിയുമെന്ന് തോന്നുന്നില്ലേ, മാർക്കിന്റെ വ്യത്യാസത്തിൽ എത്രത്തോളം റാങ്കിന് വ്യത്യാസം വരും എന്നൊക്കെ. സോ ദർ ആർ സം ക്വസ്റ്റ്യൻസ് വിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വരാം, ചോയ്സ് ഉണ്ട്, എപ്പോഴും നമുക്ക് വിടാം. വി ക്യാൻ സ്കോർ സംവെയർ എൽസ്. അത് വിട്ടുകൊണ്ട് നിങ്ങൾക്ക് വേറെ നഷ്ടമൊന്നും വരില്ല. പക്ഷെ ചെയ്യാൻ പറ്റണത് സമയം പോവരുത്. നിങ്ങൾക്ക് കിട്ടുന്ന 120 മിനിറ്റ്സ് ഫുൾ യൂസ്ഫുൾ ആയിട്ട് പേപ്പർ ചെയ്തോ, ഒരു കുഴപ്പമില്ല. കട്ട് ഓഫ് ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഒക്കെ കവർ ചെയ്തൊന്ന് ചെയ്തു പോയാൽ മതി. കാരണം ഒരു ഫൈനലിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാം. പക്ഷെ അതിന് മുമ്പ് ഇതെല്ലാം അറിയണം. അപ്പൊ ഈ ഫോർമുല അറിയുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റിനെ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ റിക്വയർഡ് ആവറേജ് വിൽ ബി n 25 ആയതുകൊണ്ട് 25 plus 1 26. 2n plus 1 will be 51 by 2. So answer will be 221. Okay. Right. അടുത്തത് ആവറേജ് ഓഫ് ദി ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. സ്ക്വയറും ക്യൂബും ആണ് നമുക്ക് വരുന്നത്. നമ്പർ, അതിന്റെ സ്ക്വയർ, അതിന്റെ ക്യൂബ്. ഈ സ്ക്വയറും ക്യൂബും ഒക്കെ നമുക്ക് സീരീസ് എഴുതണോടത്തൊക്കെ ആവശ്യമുണ്ട്. മാത്തമാറ്റിക്കൽ സീരീസ് നമ്മൾ പഠിക്കില്ലേ, സീരീസ് ഫിൽ ചെയ്യാനുള്ളിടത്തൊക്കെ അവിടേക്ക് ഈ ക്യൂബ് ആവശ്യമുള്ളത്. ഒരു സ്റ്റാൻഡേർഡ് മെഷർ ആയിട്ട് പറയാറുള്ളതാണ്. ഒരു 30 വരെയുള്ള സ്ക്വയർ പഠിക്കൂ, 15 വരെയുള്ള ക്യൂബ്സ് പഠിച്ചു വെക്കുക. എന്ന് വെച്ചാൽ നമ്പേഴ്സ് ആയിട്ട് ഒരു ഫെമിലിയാരിറ്റി വരാൻ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ ഫോർമുല ഇതാണ് സുഖം. n into n plus 1 by n into n plus 1 the whole square by 4. എന്താ വെച്ചാൽ ഒരു n ഇവിടുന്ന് പോവുകയാണ്. സം വിൽ ബി n into n plus 1 by 2 whole square, n square into n plus 1 the whole square by 4 വരും. അതിൽ നിന്ന് ഒരു n ക്യാൻസൽ ആയി പോവും. അതുകൊണ്ട് ഡയറക്റ്റ് ആൻസർ എഴുതിക്കുക. ആവറേജ് വിൽ ബി n into n plus 1 by sum will be n into n plus 1 by മാം ബോർഡ് കാണുന്നില്ല. കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ കാണുമോ? ആ സം വിൽ ബി
n into n plus 1 by 2 the whole square ആണ് വരിക. So n square into n plus 1 the whole square by 4. Average will be n square into n plus 1 the whole square by 4 into n വരും. The n get cancelled. Finally answer will be മുകളിൽ എഴുതുക n into n plus 1 the whole square by 4. ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നോട്ടിൽ, അതുകൊണ്ടാണ് എഴുതിയത്. ഒരു എക്സാമ്പിളും അവിടെ തന്നിട്ടുണ്ട്. ഈ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ളതാണ്. കാൽക്കുലേറ്റ് ദ ആവറേജ് ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 9 നാച്ചുറൽ നമ്പേഴ്സ്. 9 നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബ് എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് പക്ഷെ ആഡ് ചെയ്ത് വരണേലും നല്ലത്. ഫോർമുല എഴുതാം. n will be 9, n plus 1 will be 10, 10 square will be 100 by 4 will be 25 into 9, 225. Average related to numbers ഇങ്ങനെ 3 question വേണമെങ്കിൽ വരാം. Sum of n natural numbers, sum of the squares of n natural numbers, sum of the cubes of n natural numbers നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനെ അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ആവറേജ് ചെയ്തത്. സ്ക്വയറും ക്യൂബും ഒന്നും വന്നില്ലെങ്കിലും നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എപ്പോഴും വന്നു കണ്ടുണ്ട്, മൾട്ടിപ്പിൾസ് വരാറുണ്ട്. ക്ലിയർ? ഇത്രയും ഭാഗം ക്ലിയർ ആയെങ്കിൽ നമ്പറിനെ പറ്റി നമ്മൾ ആസ് ഓഫ് നൗ ഞാൻ നിർത്തുകയാണ്. അത്ര മതി, നമുക്ക് പിന്നീട് നോക്കാം. നമ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വരികയാണെന്ന് വെച്ചാൽ നമ്പേഴ്സ് തന്നെയായിട്ട് എടുക്കണം. കുറച്ചൊരു ഭാഗം എടുക്കാണ്ട് അടുത്ത ലെസൺ എടുക്കുമ്പോൾ നമ്മൾ കാണും. നമ്പേഴ്സിന്റെ ലെസൺ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നിങ്ങൾ പ്രൈം നമ്പേഴ്സ് പഠിക്കും, ഹോം പ്രൈം, കോമ്പസിറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് ഒന്നും കൂടി ഇതിനെ ക്ലിയർ ചെയ്യും. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഇത്ര നേരം ആവറേജിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. ഒരാള് if a person goes from place A to place B at 50 kilometers per hour and returns back at 40 kilometers per hour, A to B. The person goes from a place. Average related to speed is a definite question ആട്ടോ. അത് പഠിച്ചു വെച്ചു. ഇത് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇത് എപ്പോഴും ചോദിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതാണ്. പ്ലേസ് എ ടു ബിയില് 50 കിലോമീറ്റേഴ്സ് പെർ അവറിൽ പോയി തിരിച്ച് 40 കിലോമീറ്റേഴ്സ് പെർ അവറിൽ വന്നു. ആളുടെ ആവറേജ് സ്പീഡ് എന്താവും? വാട്ട് വിൽ ബി ദ ആവറേജ് സ്പീഡ് ഓഫ് ദ പേഴ്സൺ? ഫോർമുലേറ്റ് ചെയ്യണ്ട, ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് 50 + 40/2 ആണോ? നമ്പേഴ്സ് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ വേണം. അങ്ങോട്ട് 50 ഇങ്ങോട്ട് 40 ആണെങ്കിൽ 40. ഇപ്പൊ എനിക്ക് 50 മാർക്ക് കിട്ടി, ഒരെണ്ണത്തിൽ 40 മാർക്ക് കിട്ടി. എന്റെ ആവറേജ് 50, 40, 15, 40, 90, 90/2, 45. പക്ഷെ സ്പീഡിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. സ്പീഡ് ആവറേജ് സ്പീഡിനെ ഡിഫൈൻ ചെയ്തേക്കണ തന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ. സ്പീഡ് മാത്രം തന്നെ എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് സ്പീഡിന്റെ ഡെഫിനേഷൻ എപ്പോഴും total distance by total time. നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പുറത്ത് ഈ ഡിസ്റ്റൻസ് ഡി ആണെന്ന് എടുത്താൽ അങ്ങോട്ട് പോകുമ്പോഴുള്ള സ്പീഡ് നമുക്ക് അറിയാം. ടൈം വിൽ ബി d/50, d/40 ഇട്ടിട്ട് ചെയ്യാം. അപ്പൊ 50ക്ക് വരും നമ്മൾ പോകുമ്പോ A കിലോമീറ്റേഴ്സ് പെർ അവർ, തിരിച്ചു വരുമ്പോ B കിലോമീറ്റേഴ്സ് പെർ അവർ. Speed in first case, speed travel ചെയ്യാൻ, ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ d/a. Speed VA will be d/b. Sorry, speed അല്ല, time. Time to travel. Time. Speed നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. For distance d cover ചെയ്യാൻ from A to B he covers at A kilometers per hour and returns to the same place at B kilometers per hour. So time taken, നമ്മൾ average speed in the definition total distance by total time ആണ്. Total distance നമുക്ക് അറിയാം. First from A to B D ആണെങ്കിൽ തിരിച്ച് reverse B to A D. Total distance is 2D. കാണോ ബോർഡിന്റെ ഈ സൈഡ്?
ഇത് പഠിക്കണ്ട, പക്ഷെ ഫൈനൽ ഫോർമുല പഠിക്കണം. പക്ഷെ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി 2d. ടൈം എ ബി വിൽ ബി d by a. ടൈം ബി എ വിൽ ബി d by b. ടോട്ടൽ ടൈം d by a plus d by b, which is d into a plus b by ab. Average speed. കാണു ബോർഡിന്റെ താഴെ ഭാഗം 2d by d into ab by d into a plus b by ab. d cancel ആയിട്ട് പോയിട്ട് the final answer will be 2ab by a plus b. ഇത് പഠിക്കുന്നു. 2ab by a plus b kilometers per. അതാണ് ആ ഫോർമുല അവിടെ കാണിച്ചിരിക്കുന്നത്. സൊല്യൂഷൻ ഒന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ ഫോർമുലയിൽ എത്തുക എന്നുള്ള എങ്ങനെ സോൾവ് ചെയ്യാനൊന്നും പഠിക്കണ്ട, പക്ഷെ ആ ഫോർമുല അറിയണം. ഇഫ് എ പേഴ്സൺ കവേഴ്സ് equal distance at two different speeds, say a kilometers from r and b kilometers per hour, his average speed will be, for the whole journey, his average speed will be 2ab by a plus b. അത് എങ്ങനെയാണ് വരണേന്ന് ചോദിച്ചാൽ that will be total distance traveled by total time taken. Right? Clear that? So, ഈ ഫോർമുല 2 എന്നുള്ളതിൽ 3ക്കും ഇൻക്രീസ് ചെയ്യാം. Can be 3 also. ക്ലിയർ ആയോ ഈ പോയിന്റ്? സ്പീഡ് മാത്രം തന്നിട്ട് ആവറേജ് സ്പീഡ് കാണാൻ പറഞ്ഞാൽ, അതല്ല ഡിസ്റ്റൻസ് തരാൻ വെച്ചാൽ ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആയിരിക്കും നമ്മുടെ. അത്ര ഇപ്പൊ ഒരാൾ 200 കിലോമീറ്റർ ട്രാവൽ ചെയ്തു 20 മിനിറ്റില് 200 by 20 ഇതാണ്. A kilometers per hour, B kilometers per hour, and C kilometers per hour. Average speed will be 3abc by ab plus bc plus ca kilometer. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. If a person covers 3 equal distance at 3 different speeds, അതിന്റെ അവിടെ ആ പേജില്, നെക്സ്റ്റ് പേജ് പ്ലീസ്, ഗോകുൽ ഈ താഴെയുള്ള പേജ് ഒന്ന് പ്ലേസ് ചെയ്യും. അവിടെ ഇട്ടിട്ടുണ്ട്. If a person covers 3 equal distance at 3 different speed, a kilometer, b kilometer, and c kilometer per hour, average speed will be a plus b plus c by 3abc by ab plus bc plus ca kilometer per hour. അതിലൊരു ചോദ്യം ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. A person covers certain distance by a car at speed of 25 kilometers per hour, comes back at a speed of 40 kilometers per hour, his average speed during the travel. ആ സമയത്ത് ഡി എടുത്ത് ചെയ്യാൻ നേരം ഉണ്ടാവില്ല. So this formula should be memorized. പഠിച്ചു വെച്ചോളൂ. അത് ഫസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും സ്റ്റാർ ഇട്ട് എഴുതി വെച്ചോ. 2ab by a plus b. 2 into 25 into 40 by 25 plus 40. So that comes to 2000 by 65. Decimal marking ഉണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് 3abcയുടെ ഫോർമുലയാണ്. അപ്പൊ അടുത്തൊരു ചോദ്യം കൂടി തന്നിരിക്കുകയാണ്. If a person covers 1/3 of the distance at a speed 1/3 by 15 km per hour, balance by 10 km per hour, find out the average speed for the whole journey ചോദിച്ചാൽ ആ ഫോർമുല പറയണം. 3a into 3abc by ab plus bc plus c. ഫോർമുലയുടെ ജസ്റ്റ് അപ്ലിക്കേഷനേ ഉള്ളൂ, പക്ഷെ ഫോർമുല അറിയണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവിടെ, എന്തുകൊണ്ടാണ് അരിത്തമെറ്റിക് മീൻ അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പീഡ് ഹാർമോണിക് മീൻ ആണ് ഒബ്സർവ് ചെയ്യാം. സ്പീഡിന്റെ ഫോർമുല നമ്മൾ കണ്ടു. ആവറേജ് സ്പീഡ് ബൈ ആവറേജ് ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതുകൊണ്ട് അത് ഹാർമോണിക് മീൻ ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹാർമോണിക് മീൻ എന്നുള്ളത്? അരിത്തമെറ്റിക് മീൻ ആണെങ്കിൽ നമ്മൾ A1 A2 A3 A4 ആർ ഇൻ അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് തന്നെയാണ് വാല്യൂ. മീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഡിഫറെന്റ് സിനോണിം പറയും, പര്യായം എന്ന് പറയില്ല. അതിന്റെ അർത്ഥം സെയിം മീനിങ് ഉള്ളതാണ്. മീനും ആവറേജും സെയിം വേർഡ്സ് ആണ്. മീൻ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കുമ്പോൾ മീൻ എന്ന് പറയും, ആവറേജ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യില്ല.
സം ഓഫ് ദ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വരും. ഇവിടെ സ്പീഡിന്റെ കാര്യത്തില് ഹാർമോണിക് മീൻ ആവുമ്പോൾ 1/A1, 1/A2, 1/A3 ആയിരിക്കും അതില് അരിത്തമെറ്റിക് മീൻ ഒബ്സർവ് ചെയ്യുക. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ആവണേ. അറ്റ്ലീസ്റ്റ് ഈ ഫോർമുല പഠിച്ചു വെക്കാം. 2AB by A plus B. If a person covers equal distance at two different speeds, say A km/h and B km/h, its average speed is 2AB by A plus B km/h. Straight answer. 3 അത് ചെയ്ത് കഴിഞ്ഞാൽ 3ABC by AB plus BC plus CA. അതൊരു സൈക്ലിക് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണു ഞാൻ. Okay.